ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2005 റിലീസായ ഹൊറർ ക്രൈം മൂവിയായ റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള 2005 റിലീസായ ദി എക്സോസിസം ഓഫ് എമിലി റോസ് എന്ന ഈ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മൂവിയിലോട്ട് പോകാം. ഈ പത്തിന് സ്റ്റാർട്ടിംഗ് സീൻ ചോളപ്പാടത്തിന്റെ നടുവിൽ തന്നെ ഒരു വീട് കാണിക്കുന്നു. ഈ വീടിനെ തന്നെ ഒരു കറുത്ത തൊപ്പിട്ട ഒരാള് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ ഒരു ഡോക്ടറാണ്. അയാളും കുറച്ചു നേരം നോക്കിയതിനു ശേഷം ആ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. ആ ഡോറും ആരോ വന്ന് തുറന്നു കൊടുക്കുന്നു. ഈ ഡോക്ടറും ആ വീട്ടിനുള്ളിൽ കയറിയതും ആ വീടിന്റെ ഉള്ളിൽ മുഴുവനും പൂച്ചകളാണ്. അതുകൂടാണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞ് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. ഈ ഡോക്ടറും ഒന്നും പറയാണ്ട് നേരെ സ്റ്റെപ്പ് കയറി മുകളിലുള്ള റൂമിലോട്ട് പോകുന്നു. ഈ ഡോക്ടറും അങ്ങോട്ട് പോയതും ആ റൂമിൽ നിന്ന് ഒരു പള്ളിയിലച്ചൻ ഇറങ്ങി വരുന്നു. ഈ ഡോക്ടറും ആ റൂമിന്റെ ഉള്ളിലോട്ട് പോയി ആ റൂമിലുള്ള ആരെയോ ചെക്ക് ചെയ്തിട്ട് താഴെ വന്ന് അവിടെയുള്ളവരോട്, നിങ്ങളുടെ മകളുടെ മരണം സാധാരണ ഒരു മരണമായി എനിക്ക് തോന്നുന്നില്ല, എക്സോസിസം ചെയ്തതുകൊണ്ടാണ് അവൾ മരിച്ചത് എന്ന് ആ ഡോക്ടർ അവിടെയുള്ളവരോട് പറയുന്നു. പിറ്റേ ദിവസം ഈ ന്യൂസ് സ്പ്രെഡ് ആകുന്നു. ആ പള്ളിയിലച്ചനെയും അറസ്റ്റ് ചെയ്യുന്നു. ന്യൂസും മീഡിയാസും ഈ പള്ളിയിലച്ചന്റെ കേസ് തന്നെയാണ് പറയുന്നത്. കാരണം ഇതൊരു സാധാരണ ഒരു കേസല്ല. ഒരു ഫാദർ എക്സോസിസം ചെയ്ത് ഒരു പെണ്ണിനെ കൊന്നു എന്ന് പറഞ്ഞ്, അതും പ്രേതത്തെ ഓടിക്കുകയാണ് എന്ന് പറഞ്ഞ് എക്സോസിസം ചെയ്ത് കൊന്നതാണ് എന്ന് ന്യൂസും മീഡിയാസും പറയുന്നു. ഈ ന്യൂസ് സ്പ്രെഡ് ആയതും ആ പള്ളിയിലച്ചനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ കഥയിലെ നായികയെ കാണിക്കുന്നത്. നായിക നല്ലൊരു ഫേമസ് ആയ വക്കീലാണ്. ഇപ്പോഴും കൂടി ഒരു കേസ് ജയിച്ചതിന്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നായികയും ആ പാർട്ടി എൻജോയ് ചെയ്യുന്നു. ആ സമയത്ത് അവളുടെ സീനിയർ ആയ ഒരു വക്കീല് വന്ന്, നിനക്ക് ആ പള്ളിയിലച്ചന്റെ കേസ് അറിയില്ലേ? നീ ആ കേസ് എടുത്ത് നടത്തുകയാണെങ്കിൽ നീ ആയിരിക്കും ഈ നാട്ടിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയ വക്കീലാകാൻ പോകുന്നത്. പ്ലസ് നിനക്ക് നല്ലൊരു പൊസിഷനും കിട്ടും. അതുകൂടാണ്ട് നിനക്ക് നല്ലൊരു പബ്ലിസിറ്റിയും കിട്ടും. ഇതൊക്കെ കേട്ട നായിക, എനിക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട, നിന്റെ കൂടെ ഈക്വൽ ആയ ഒരു പാർട്ട്ണർ ആയിരുന്നാ മതി എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ സീനിയർ വക്കീൽ നായിക പറഞ്ഞ ഡീല് സമ്മതിക്കുന്നു. നായിക ഒരു കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏത് എക്സ്ട്രീം ലെവൽ വരെ പോയാലും ആ കേസ് ജയിക്കാൻ തന്നെ നോക്കും. അങ്ങനെയാണ് അവൾ ഓരോ കേസും ജയിച്ചുകൊണ്ടിരുന്നത്. നായികയും ഈ കേസ് ഏറ്റെടുക്കുന്നു. അടുത്ത ദിവസം തന്നെ നായിക ജയിലിൽ കിടക്കുന്ന ആ പള്ളിയിലച്ചനെ പോയി കാണുന്നു. നായികയും ആ പള്ളിയിലച്ചനെ കാണാനായി ജയിലിന്റെ ഉള്ളിൽ പോയതും ആ പള്ളിയിലച്ചൻ നായികയോട്, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ കേസ് എടുത്ത് നടത്തുന്നതെങ്കിൽ നീ ഈ കേസ് എടുക്കാതിരിക്കുന്നേ നല്ലത് എന്ന് പറയുന്നു. അതിന് നായിക, എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല, എന്റെ സീനിയറിന്റെ കൂടെ ഈക്വൽ പാർട്ട്ണർ ആകാൻ വേണ്ടിയാണ് ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നായിക അയാളോട്, നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കും. അതുകൂടാണ്ട് കാലാവധിയും കുറച്ചു തരാം. ഇതൊക്കെ കേട്ട ആ പള്ളിയിലച്ചൻ, എനിക്ക് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ എമിലി റോസിന് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാ ജനങ്ങളും അറിയണം. ഇത് കേട്ടതും നായിക, അതിനുള്ള വഴി ഞാൻ ഒരുക്കി തരാം, പക്ഷേ ഈ കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകും. ഇത് കേട്ടതും ആ പള്ളിയിലച്ചൻ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എന്റെ സൈഡിന് എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. ഇത് കേട്ടതും നായികയും ആ ജയിലിൽ നിന്നിറങ്ങി നേരെ എമിലിന്റെ വീട്ടിലോട്ട് പോകുന്നു. എമിലിന്റെ വീട്ടിലോട്ട് കയറിയതും വീട് മുഴുവനും പൂച്ചകളാണ്. നായികയും എമിലിന്റെ അമ്മേനോട്, ഇത് നിങ്ങൾ വളർത്തുന്ന പൂച്ചകളാണോ എന്ന് ചോദിക്കുന്നു. അതിനവർ, എമിലിയാണ് ഈ പൂച്ചകളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്, അവൾക്ക് ഈ പൂച്ചകൾ പോലും അനാഥയായി ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എമിലി എത്ര നല്ല കുട്ടിയായിരുന്നു എന്ന്. നായികയും ഇവരോട്, എമിലിക്ക് എന്തെങ്കിലും മാനസികമായ രോഗം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിനവർ, അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല, അവൾ എന്ന് ഇവിടെ നിന്നും യൂണിവേഴ്സിറ്റിയിലോട്ട് പഠിക്കാൻ പോയതോ അന്ന് തൊട്ടാണ് എമിലി മൊത്തത്തിൽ മാറിപ്പോയത് എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എമിലിക്ക് ടൗണിൽ പോയി പഠിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എമിലിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടി. ഈ കാര്യം എമിലി അവളുടെ അമ്മയോട് പറഞ്ഞതും അതിന് അവളുടെ അമ്മ, ഇവിടെയുള്ള കോളേജിൽ നിന്നും നിനക്ക് പഠിക്കാൻ പറ്റില്ലേ? അതിന് എമിലി, ടൗണിലുള്ള കോളേജിൽ പഠിച്ച എനിക്കൊരു നല്ലൊരു ജോലി കിട്ടും, ആ ജോലി കൊണ്ട് എനിക്ക് നമ്മുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ടൗണിലുള്ള കോളേജിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അതിന് അവളുടെ അമ്മ, ഞാൻ ഈ കാര്യം അച്ഛനോട് സംസാരിച്ച് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു. ഈ സീൻ കട്ട് ചെയ്ത് നായികയെ കാണിക്കുന്നു. ഈ കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങിപ്പോകുന്നു. ആ സമയം ഇവരുടെ കയ്യിലുള്ള വാച്ചിന്റെ ടൈം 3 മണി എന്ന് കാണിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഈ കേസ് കോടതിയിലോട്ട് വരുന്നു. എതിർപക്ഷമുള്ള വക്കീൽ ഈ കേസിനെ പറ്റി സംസാരിക്കുകയാണ്. ആ വക്കീലും, എമിലി റോസിന് സാധാരണ ഒരു മെന്റൽ ഇൽനെസ് ആയിരുന്നു, അത് മനസ്സിലാക്കാണ്ട് എമിലിന്റെ പാരന്റ്സ് ഇവളുടെ ശരീരത്തിൽ പ്രേതം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഫാദറിന്റെ അടുത്ത് കൊണ്ടുപോയി എക്സോസിസം ചെയ്ത് അവളെ കൊന്നതാണ് എന്ന് പറയുന്നു. അതിനുശേഷം എമിലിക്ക് 19 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോയിൽ എമിലി ഭയങ്കര സുന്ദരിയായി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാം. അതിനുശേഷം എക്സോസിസം ചെയ്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ ഭയങ്കര കൊടൂരമായിരിക്കുന്നു. ഈ ഫോട്ടോ അവിടെയുള്ള എല്ലാവരും കണ്ടതും ഈ ഫാദറിനോട് കൂടുതൽ ദേഷ്യപ്പെടുന്നു. പക്ഷേ ഫാദർ അതിനൊന്നും റിയാക്ട് ചെയ്യാതെ നോർമൽ ആയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നായികയും എണീറ്റ് ഇതിനെതിരെ എന്തെങ്കിലും പറയുമെന്ന്. വക്കീൽ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. വക്കീൽ തന്നെ സംസാരിച്ചോട്ടെ, അടുത്ത തവണ ഈ കേസ് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നായിക അങ്ങനെ ഇരിക്കുന്നു. ആ വക്കീലും കോർട്ടിന് മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുവന്ന ഈ ലേഡി എമിലി റോസിന്റെ ഫാമിലി ഡോക്ടറാണ്. ആ വക്കീലും വന്നിട്ട് ഈ ലേഡിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എമിലി റോസ് എങ്ങനെയായിരുന്നു, അവളുടെ സ്വഭാവം, അവളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് പറയുന്നു. എമിലി നല്ലൊരു ആക്റ്റീവ് ആയ ഒരു കുട്ടിയായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന
കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലാണ് അവൾ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേട്ടതും ആ വക്കീൽ ശരി ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണ് എമിലിനോട് സംസാരിച്ചത് എന്ന് ചോദിക്കുന്നു. അതിനാ ഡോക്ടർ അവൾ യൂണിവേഴ്സിറ്റി പോകുന്നതിന് മുമ്പ് വരെ എന്നോട് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നവൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയതോ അതിനുശേഷം അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു ദിവസം എമിലിയുടെ അമ്മ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എമിലി എന്തോ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ അവളൊന്ന് വിളിച്ച് അവളൊന്ന് സമാധാനിപ്പിക്കോ എന്ന് ചോദിച്ചാണ് അവർ എന്നെ വിളിച്ചത്. ഞാനും അവളെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ദിവസം വെളുപ്പിന് 4 മണിയായി കാണും. എമിലി റോസ് ഒരു പ്രാന്തിയെ പോലെ ആ ക്യാമ്പസിന്റെ എല്ലാ ഭാഗത്തും ഓടി ഓടി നടക്കുന്നു. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൂത്തിന്റെ അടുത്ത് വന്ന് നിന്നതും ഈ ഡോക്ടർ വിളിക്കുന്നു. എമിലിയും ഒരു പ്രാന്തിയെ പോലെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവള് നോർമൽ സ്റ്റേജിലോട്ട് വരുന്നില്ല. അവസാനം കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷമാണ് എമിലി അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നത്. എമിലി ഒറ്റയ്ക്കാണ് ആ ഹോസ്റ്റൽ റൂമിൽ നിന്നുകൊണ്ടിരുന്നത്. ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ പോയിക്കാണ്. അന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ എന്തോ ഒന്ന് കത്തിക്കഴിഞ്ഞതിന്റെ സ്മെല്ല് വരുന്നു. എമിലിയും ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ഈ സ്മെല്ല് എന്താന്ന് നോക്കുന്നു. സാധാരണ എവിടെങ്കിലും തീ കത്തുകയാണെങ്കിൽ ഫയർ അലാറം അടിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എമിലിയും ഈ സ്മെല്ല് എവിടെ നിന്നാ വരുന്നതെന്ന് നോക്കാൻ വേണ്ടി റൂമിന്റെ പുറത്തിറങ്ങി നോക്കുന്നു. അവിടെ ദൂരെ ഒരു ഡോർ ശക്തിയിൽ വീശി വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു. എമിലിയും പേടിച്ചാണ് ആ ഡോർ അടയ്ക്കാൻ നോക്കുന്നത്. അവളും എങ്ങനെയോ ആ ഡോർ അടച്ച് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങാൻ നോക്കുന്നു. അപ്പോ ആരോ ഇവളുടെ ബെഡിന്റെ പൊക്കത്തോട്ട് കയറിയതുപോലെ എമിലിക്ക് തോന്നുന്നു. എമിലിയും എണീറ്റ് നോക്കിയതും അവിടെ ആരെയും കാണുന്നില്ല. അവളുടെ ബെഡിന്റെ പൊക്കത്ത് കയറിയ ആ രൂപം എമിലിയുടെ മേത്തോട്ട് കയറി അവളുടെ ശരീരം മൊത്തത്തിൽ ഞെരിക്കുന്നു. അതുകൂടാണ്ട് അവളുടെ കഴുത്തും പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാൻ നോക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് എമിലി പേടിച്ച് അവളുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞത്. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ എമിലി റോസിന് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടറെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റും കൂടിയാണ്. വക്കീലും ഇയാളോട് എമിലി റോസിന് ശരിക്കും എന്താണ് സംഭവിച്ചത്, നിങ്ങൾ അവൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത് എന്ന് ചോദിക്കുന്നു. പൊതുവെ ഒരു മനുഷ്യന് അവന്റെ ബ്രെയിനിലുള്ള നെർവ്സിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അവരുടെ ശരീരം അവരറിയാതെ ആരോ പിടിച്ച് ഞെരിക്കുന്നത് പോലെയും അപസ്മാരം വന്നതുപോലെ റിയാക്ട് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് എമിലി റോസിനും സംഭവിച്ചത്. താൻ അറിയാതെ തന്റെ ശരീരം ആരോ പിടിച്ച് ഞെരിക്കുന്നത് പോലെ തോന്നിയത്. ഇത് മാറാനായി ഞാൻ അവൾക്ക് ഒരു മരുന്ന് കൊടുത്തിരുന്നു. അതുകൂടാണ്ട് അതിനുവേണ്ടി ട്രീറ്റ്മെന്റും ചെയ്തിരുന്നു. ഇത് കേട്ടതും ആ വക്കീല് എന്നിട്ട് അവൾ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തോ എന്ന് ചോദിക്കുന്നു. അതിന് ആ ഡോക്ടർ ഒരു ദിവസം എമിലി റോസ് എന്നോട് വന്ന് ഡോക്ടർ തന്ന മരുന്ന് ഞാൻ കഴിക്കൂല, എന്റെ പ്രശ്നം ശാരീരികമായ പ്രശ്നമല്ല ആത്മീയമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതുകൂടാണ്ട് ഫാദറാണ് എന്നോട് ഈ മരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞത്. എന്നാ ഡോക്ടർ പറഞ്ഞതും നായിക ഇപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. എമിലി റോസിന് അപസ്മാരമാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഡോക്ടറും അതെ അവൾക്ക് അപസ്മാരമാണ് എന്ന് പറയുന്നു. അതിന് നായിക ശരി ഓക്കെ. അപ്പോൾ അവൾ കണ്ട കറുത്ത രൂപങ്ങളും ഓരോ സാധനങ്ങളും അനങ്ങിയതൊക്കെയോ അതിനെന്ത് പറയുമെന്ന് ചോദിച്ചതിന് അതൊരു മെന്റൽ ഇൽനെസ് ആണ്, പ്രാന്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് പ്രാന്തിന്റെ ലക്ഷണവും അപസ്മാരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫാദർ ചെയ്തത് ശരിയാണ് ഈ ട്രീറ്റ്മെന്റ് നിർത്താൻ പറഞ്ഞത്. ഇങ്ങനെ നായിക പറഞ്ഞതും അവിടെയുള്ള എല്ലാവരും സൈലന്റ് ആയി പോകുന്നു. ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അന്നത്തെ വിസ്താരണം അവസാനിക്കുന്നു. നായികയും നേരെ പള്ളിയിലച്ഛനെ കാണാനായി ജയിലിലോട്ട് പോകുന്നു. പള്ളിയിലച്ഛന്റെ അടുത്തോട്ട് നായിക എത്തിയതും അയാൾ നായികയോട് ഞാൻ ഒരു കാര്യം പറയാണ്ട് മറച്ചു വെച്ചു. നീ ഇപ്പോ ഈ കേസ് എടുത്ത് നടത്തുമ്പോൾ നിനക്ക് പലതരത്തിലുള്ള പാരനോർമൽ ആക്ടിവിറ്റീസ് നടക്കും. അതെല്ലാം സാത്താന്റെ കളികളാണ്. നീ എന്തുകൊണ്ടും സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞതും നായിക നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നായികയ്ക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. നായികയും പള്ളിയിലച്ഛനോട് എനിക്ക് എമിലിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്ന് പറഞ്ഞതും ആ പള്ളിയിലച്ഛൻ ഫസ്റ്റത്തെ ഈ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം അവളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ പാതി പ്രാന്തിയായി നിൽക്കുകയാണ്. എമിലിയും ജനല് വഴി പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല ഇടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം മേഘങ്ങളുടെ ഇടയിൽ കൂടി ഒരു സാത്താന്റെ മുഖം കാണുന്നു. ഇത് കണ്ടതും പെട്ടെന്ന് എമിലിക്ക് അപസ്മാരം വന്നതുപോലെ വിറച്ചുകൊണ്ട് താഴോട്ട് മറിഞ്ഞു വീഴുന്നു. അതുകൂടാണ്ട് അവളുടെ ശരീരം മൊത്തം ഞെരിഞ്ഞു പോകുന്നു. നായികയും എമിലി റോസിന്റെ ബോയ് ഫ്രണ്ടിനോട് എമിലിയെ പറ്റി ചോദിക്കുന്നു. അവനും എമിലി ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൾ ആ പിശാചുക്കളോട് പോരാടിക്കൊണ്ടായിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ ആ പിശാചുക്കളെല്ലാം അവളുടെ ശരീരത്തിൽ കയറിയെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അതുകൂടാണ്ട് എമിലി കോളേജിൽ വന്നപ്പോഴും അവളുടെ സ്വഭാവമെല്ലാം മാറിയിരുന്നു. ഭയങ്കര വിയർഡായിട്ടാണ് അവൾ ക്ലാസ്സിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ നല്ലൊരു മഴയുള്ള ഒരു ദിവസം എമിലി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനലിൽ സാത്താന്റെ റിഫ്ലക്ഷൻ അടിച്ചതും അത് കണ്ടതും എമിലി പേടിച്ച് പുറകിലോട്ട് തിരിഞ്ഞതും ഇവളുടെ പുറകിലിരുന്ന കുട്ടികളുടെ മുഖമെല്ലാം പിശാചിന്റെ മുഖമായി മാറുന്നു. ഇത് കണ്ട് പേടിച്ച എമിലി ഒച്ച അലറി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എമിലി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയതും ഇവളെ ക്രോസ് ചെയ്തു പോകുന്ന എല്ലാവരുടെ മുഖവും പിശാചിന്റെ മുഖം പോലെ മാറുന്നു. എമിലി ഇത് കണ്ട് പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ചർച്ചിലോട്ട് ഓടിപ്പോകുന്നു. ഇത് കണ്ടതും എമിലിന്റെ ബോയ് ഫ്രണ്ട് ഇവളുടെ പുറകെ ഓടി വരുന്നു. എമിലി ചർച്ചിന്റെ ഉള്ളിൽ പോയതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുഖം ഇതുപോലെ കൊടൂരമായി മാറുന്നു. അതുകൂടാണ്ട് എമിലിന്റെ കണ്ണിന്റെ കളറും കുറച്ചായി മാറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാണ്ട് അവളുടെ മുതുകിന്റെ അവൾ തന്നെ വളച്ച് പുറകിലോട്ട് കൊണ്ടുവരുന്നു. ഇത് കണ്ടതും അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ അടുത്തോട്ട് വരാൻ പോയി എന്നെ തൊട്ട് പോരുത് എന്ന് ഒച്ചത്തിൽ എമിലി പറയുന്നു. അങ്ങനെ പറഞ്ഞ് എമിലി കുഴഞ്ഞ് താഴോട്ട് വീഴുന്നു. താഴോട്ട് വീണതും എമിലി അവളുടെ ബോയ് ഫ്രണ്ടിനെ നോക്കി എന്നെ ഒറ്റയ്ക്ക് വിട്ട് പോകല്ലടാ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ കരയുന്നു. ബോയ് ഫ്രണ്ടും നായികയോട് അവൾ മരിക്കുന്നത് വരെ അവളുടെ കൂടെ
ഞാൻ ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ നായിക രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എമിലിക്ക് നടന്നതുപോലെ എന്തോ ഒന്ന് കരിഞ്ഞു മണക്കുന്നു. നായികയും എണീറ്റ് അവിടെ മൊത്തം ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ റൂമിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറന്നു വരുന്നു. ഇത് കണ്ടതും നായിക പേടിച്ച് എമിലിക്ക് സംഭവിച്ച പോലെ എനിക്കും നടക്കുകയാണല്ലോ എന്ന് കണ്ടത് ഓടിപ്പോയി ആ ഡോർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നായിക കിടന്നുറങ്ങുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ പള്ളിയിലച്ചൻ കിടക്കുന്ന ജയിൽ കാണിക്കുന്നു. പള്ളിയിലച്ചനും എന്തോ കത്തിക്കരിഞ്ഞ സ്മെല്ല് വരുന്നു. ഈ സ്മെല്ല് വന്നതും പള്ളിയിലച്ചനും എണീറ്റ് ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നു. പ്രയർ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സ്മെല്ല് ഇല്ലാണ്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നായിക കോർട്ടിൽ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പോഴേക്കും എതിർപക്ഷമുള്ള വക്കീല് കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ വക്കീല് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എമിലിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനോടാണ്. നായികയും ലേറ്റ് ആയി വന്നെങ്കിലും അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നു. ആ വക്കീലും ഡോക്ടറിനോട് എമിലി മരിക്കാനുള്ള കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യൻ കേട്ടതും ആ ഡോക്ടർ എമിലി മരിക്കാനുള്ള കാരണം അവളുടെ ഓർഗൻസ് മുഴുവനും ഓരോ ദിവസങ്ങളായി കുറച്ച് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എമിലി മരിച്ചത്. അതുകൂടാണ്ട് എമിലിക്ക് ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണമോ വെള്ളമോ കിട്ടാത്തത് കൊണ്ടാണ് അവളുടെ ഓർഗൻസ് കുറച്ചായി ഡാമേജ് ആയി വർക്ക് ചെയ്യാണ്ട് പോയത്. അങ്ങനെയാണ് എമിലി മരിച്ചത്. ശരി, ഓക്കെ. അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളും ചതവുകളും അതെല്ലാം എങ്ങനെ വന്നത് എന്ന് വക്കീല് ചോദിച്ചതും അതിന് ഡോക്ടർ മേ ബി അവൾക്ക് അപസ്മാരം വന്ന് താഴെ വീഴുന്ന സമയത്ത് എവിടെങ്കിലും ഇടിച്ചായിരിക്കും അതൊക്കെ പറ്റിയിട്ടുണ്ടാകുക. അതുകൂടാണ്ട് എമിലി സ്വയം തന്നെ അവളുടെ ശരീരം മുറിവേൽപ്പിക്കുമായിരുന്നു. മേ ബി അങ്ങനെ ആയിരിക്കും എമിലിന്റെ ശരീരത്തിൽ ഇത്രയും മുറിവുകൾ വന്നിട്ടുണ്ടാകും. അതുകൂടാണ്ട് എമിലിക്ക് റെയർ ആയ ഡിസീസ് വന്നിട്ടുണ്ടാകാം. സൈക്കാട്രിക് എബിലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഡിസീസും വന്നിട്ടുണ്ടാകാം. എമിലിക്ക് മാനസികമായ രോഗവും അതുകൂടാണ്ട് ഈ അപസ്മാരം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാണ്ട് എമിലി കറക്റ്റ് ആയിട്ട് ടാബ്ലറ്റ് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അവൾ ജീവനോടെ ഉണ്ടായിട്ടുണ്ടാകും എന്നാ പോസ്റ്റ്മോർട്ടം ഡോക്ടർ പറയുന്നു. ഇപ്പൊ നായിക എണീറ്റ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ എമിലിക്ക് റെയർ ആയ ഒരു ഡിസീസ് വന്നിട്ടുണ്ട് എന്ന്. ആ ഡിസീസ് ഈ ലോകത്ത് എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചതും ഇല്ല, അത് ഭയങ്കര റെയർ ആയ ഡിസീസ് ആണ്. എമിലിക്കാണ് ആ ഡിസീസ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഇത് കിട്ടുന്ന നായിക റെയർ ആയ ഡിസീസ് എന്ന് പറയുന്നു. ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. അതിനാ ഡോക്ടർ ഞങ്ങൾ കൊടുത്ത മരുന്ന് അവൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ രക്ഷപ്പെടുമായിരുന്നു. ഇത് കേട്ടത് നായിക സപ്പോസ് ആ മരുന്നിന് എഫക്ട് ഇല്ലാതെ പോയിരുന്നെങ്കിലോ? ആ മരുന്നാണ് ഈ ഡിസീസിന് കറക്റ്റ് ആയ മരുന്ന് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചതും ആ ഡോക്ടറിന് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് നായിക എങ്ങനെയോ ആ കേസ് അവസാനിപ്പിക്കുന്നു. നായികയും പള്ളിയിലച്ചനെ നോക്കി സോറി ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി, എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കാൻ നോക്കാം എന്ന് പറഞ്ഞതും പള്ളിയിലച്ചൻ നീ പിശാചുക്കളോടാണ് കളിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാകുമെന്ന് പറയുന്നു. നായികയ്ക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഈ കേസിൽ ജയിക്കണമെന്ന് കരുതി എല്ലാ വഴികളും നോക്കുന്നുണ്ട്. ഇവർക്ക് പള്ളിയിലച്ചന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പള്ളിയിലച്ചൻ കൊടുത്ത ട്രീറ്റ്മെന്റ് ശരിയാണ് എന്ന് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്കുള്ള പ്രശ്നം എന്തെന്നാൽ എമിലിന്റെ ശരീരത്തിൽ പ്രേതമാണ് കയറിയത് എന്ന് കോർട്ടിന് മുന്നിൽ തെളിയിക്കണം. അതിനുള്ള പല വഴികളും നായികയും അസിസ്റ്റന്റും കണ്ടെത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നായികയ്ക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒന്നുപോലും ഇതുവരെ ശരിയായിട്ടില്ല. നായികയുടെ അസിസ്റ്റന്റ് നമുക്കെന്നാ ഒരു പള്ളിയിലച്ചനെയും കൂടി ഈ കേസിൽ ഇൻവോൾവ് ചെയ്താലോ? അതിന് നായിക ഓൾറെഡി ഈ പള്ളിയിലച്ചന്റെ കേസ് തന്നെ വലിയൊരു പ്രശ്നമാണ്. അതിന്റെ ഇടയിൽ വേറൊരു പള്ളിയിലച്ചനും കൂടി ഈ കേസിൽ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറും. ആ അസിസ്റ്റന്റും വേറൊരു ഐഡിയ പറയുന്നു. ഈ പ്രേതങ്ങളും പിശാചും ഉണ്ട് എന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്യുന്ന ഒരാളുണ്ട്. അവർ സയൻസ് പ്രകാരം എല്ലാ കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അവർ കോർട്ടിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ജഡ്ജും അവർ പറയുന്നത് സമ്മതിക്കില്ലേ? നമുക്ക് അവരോട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചത് ഇത് കേട്ടത് നായിക നീ അവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഈ കേസിന്റെ സീരിയസ്നെസ് പറഞ്ഞ് അവരെങ്ങനെയെങ്കിലും കോർട്ടിൽ വരുത്തണം. പിറ്റേ ദിവസം രാവിലെ നായികയാണ് കേസ് നടത്തുന്നത്. നായികയും എതിർപക്ഷമുള്ള വക്കീല് പറയുന്നത് എമിലി ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കും. പക്ഷേ എമിലി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ എമിലിക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനായി എനിക്ക് കുറച്ചുപേരെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എമിലിന്റെ ബോയ് ഫ്രണ്ടിനോടാണ്. നീയാണ് എമിലിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിനക്ക് അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ സ്വഭാവവും എല്ലാം അറിയാം അല്ലേ? നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് എമിലി എപ്പോഴെങ്കിലും വിയർഡായി ബിഹേവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനാ ബോയ് ഫ്രണ്ട് ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എമിലി ഭയങ്കര വിയർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആൾക്കാർ വെറുതെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാക്കിയാൽ പോലും അവൾക്കത് ഇടിവെട്ടുന്ന സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്. അത് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു ദിവസം ഞാൻ അവളുടെ കൂടെ ഹോസ്റ്റൽ റൂമിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു രാത്രി ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് നോക്കുമ്പോൾ എമിലി താഴെ കിടക്കുന്നു. കണ്ണിന്റെ നിറമൊക്കെ മാറി ശരീരം മൊത്തം വളച്ച് ഭയങ്കര വിയർഡായി കിടക്കുന്നത് കൊണ്ട് ഞാൻ അവളുടെ അടുത്തോട്ട് പോകാൻ നോക്കിയതും പിശാചിനെ പോലെ ഭയങ്കര വിയർഡായിട്ട് അലറിക്കൊണ്ടിരിക്കുന്നു. ആ ബോയ് ഫ്രണ്ടും ഈ നടന്ന 2 സംഭവങ്ങൾ കോർട്ടിൽ പറയുന്നു. ഇതിലൂടെ നായിക എന്താണ് പറയാൻ വരുന്നതെന്നാൽ എമിലിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തും കൂടി അവൾ ടാബ്ലറ്റും ട്രീറ്റ്മെന്റും എടുത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നായിക ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തത്. അടുത്തത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് എമിലിന്റെ അച്ഛനെയാണ്. നായികയും അയാളോട് നിങ്ങൾ എപ്പോഴാണ് ഫാദറിനെ കോണ്ടാക്ട് ചെയ്തത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഫാദറിന്റെ സഹായം ആവശ്യം വന്നത് എന്ന് ചോദിക്കുന്നു. അതിനയാൾ ആ ഇൻസിഡന്റിന് ശേഷം എമിലി കോളേജിൽ പോകുന്നതിനെ നിർത്തി ഞങ്ങൾ അവളെയും കൊണ്ട് വീട്ടിലോട്ട് വന്നു. ഒരു ദിവസം രാത്രി എമിലിന്റെ സിസ്റ്ററിനോട് എമിലി എന്താണ് റൂമിൽ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞ് വിട്ടതും എമിലിയുടെ റൂമിന്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോ അവിടെയുള്ള മതില് മുഴുവനും നഖം കൊണ്ട് മാന്തി വെച്ചിരിക്കുന്നു. അതുകൂടാതെ
അതുകൂടാണ്ട് എമിലി താഴെ ഇരുന്ന് എന്തോ ഒന്നിനെ തിന്നുകൊണ്ടിരിക്കുന്നു. അതെന്താന്ന് സൂക്ഷിച്ചു നോക്കിയതും ആ റൂമിലുണ്ടായിരുന്ന പാറ്റ, പല്ലി അതിനെല്ലാം പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് എമിലി അവളുടെ സിസ്റ്ററിനെ നോക്കി പിശാചിനെ പോലെ അലറുന്നു. ഇവളുടെ ഈ സൗണ്ട് കേട്ടാണ് ഞാനും ഫാദറും അവളുടെ റൂമിലോട്ട് പോയത്. അപ്പോ എമിലി അവളുടെ ശരീരം മൊത്തം വളച്ച് പ്രേതം കയറിയതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും അച്ഛനും ചേർന്ന് അവളെ നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ നോക്കി. പക്ഷേ അപ്പോഴും അവളുടെ ശരീരത്തിലുള്ള ആ പിശാച് ഫാദറിനെ നോക്കി നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഫാദറിനെ തന്നെ ചാലഞ്ച് ചെയ്യുന്നു. എന്നീ കാര്യങ്ങൾ അയാൾ കോർട്ടിന് മുമ്പിൽ പറയുന്നു. ഇത് കേട്ടതും എതിർ വക്കീൽ, നിങ്ങൾ ഇത്ര നേരം നിങ്ങളുടെ മോളെ പറ്റി പറഞ്ഞു, അതെല്ലാം ഓക്കെ. നിങ്ങൾ ഒരു വട്ടം റോട്ടിൽ കൂടി വെറുതെ നടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇതേപോലെ തന്നെ റോട്ടിൽ കിടക്കുന്ന പാറ്റേനെയും പല്ലീനെയും എടുത്ത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പള്ളിയിൽ അച്ഛന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ കേട്ടതും എമിലിന്റെ അച്ഛൻ ടെൻഷനായി. റോട്ടിൽ പോകുന്ന ഒരുത്തനും ഇത്രയും കാലം നോക്കി വളർത്തിയ എന്റെ മോളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്റെ മോള് ഇതുവരെ അവളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവൾ ഇതുപോലെ വിയർഡായി ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെയാണ് നല്ലോണം ആലോചിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയത് എന്ന് പറഞ്ഞതും എതിർ വക്കീലിന് ഒന്നും പറയാൻ പറ്റാതെ പോകുന്നു. ഇപ്പൊ നായികയുടെ അസിസ്റ്റന്റ് ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, നായികയും എങ്ങനെയെങ്കിലും ആ ബുക്കിന്റെ ഓർഡറിനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, ആ ഓർഡറിനെയാണ് ഇപ്പൊ നായിക ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഈ ലേഡി ഒരു ഓർഡർ മാത്രമല്ല, ഒരു ഡോക്ടറും കൂടിയാണ്. അതുകൂടാണ്ട് ഒരു ഇന്ത്യനുമാണ്. നായികയും അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടറും ഞാൻ എമിലിന്റെ കേസ് ഫയൽ വായിച്ചു നോക്കിയതിൽ എനിക്ക് മനസ്സിലായത് അവൾ എന്തോ തരത്തിലുള്ള ഡ്രഗ് കഴിച്ചിട്ടുണ്ട്. ആ ഡ്രഗ് അവളുടെ ബ്രെയിനെയാണ് ഡാമേജ് ചെയ്തത്. അതുകൂടാണ്ട് ഒരു ഭാഗത്ത് ഫാദറും അവൾക്ക് എക്സോസിസം ചെയ്തതുകൊണ്ട് അവളുടെ ശരീരം വീക്കായി പോയി. അതാണ് അവൾ മരിക്കാനുള്ള കാരണം. ഇത് കേട്ടതും എതിർ വക്കീൽ, കൊള്ളാലപ്പോ, അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു വരുന്നത് രണ്ടു ഭാഗത്തും തെറ്റുണ്ടെന്നല്ലേ? ഇവർ ഒരു ഭാഗത്ത് നിൽക്കാതെ രണ്ടു ഭാഗത്തും തെറ്റുണ്ടെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. എന്നാ വക്കീൽ പറഞ്ഞതും നായിക എണീറ്റ് സാധാരണ പറയുന്നത് പോലെ എന്റെ കക്ഷിയുടെ ദശ തിരിപ്പിക്കാൻ നോക്കുകയാണ് എന്ന് ജഡ്ജിനോട് പറഞ്ഞതും ജഡ്ജും ആ എതിർ വക്കീലിനെ നോക്കി സൈലന്റ് ആയിരിക്കെ എന്ന് പറയുന്നു. അന്നത്തെ ദിവസത്തെ കേസ് എങ്ങനെയോ അവസാനിക്കുന്നു. നായികയും ഒരു വഴിയില്ലാണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ അസിസ്റ്റന്റ് വന്ന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അന്ന് എമിലിക്ക് എക്സോസിസം ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നായിക വേഗം അകത്തോട്ട് പോയി ആ ഫാദറിനെ കാണുന്നു. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ കേസ് ജയിച്ച് നിങ്ങൾ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഉള്ള സത്യം ഒന്നും മുഴുവനായിട്ട് പറയൂലേ? അന്ന് എക്സോസിസം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ കാര്യം എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് എന്ന് കുറച്ച് ഹാഷായി പറഞ്ഞത് ഫാദറും എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ നാളൊരു കേസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ പേര് പറയരുത് എന്ന് ആ ഡോക്ടറാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഡോക്ടറിനെ ഞാൻ ഈ കേസിലോട്ട് ഇൻവോൾവ് ചെയ്യാത്തത്. ഇതൊക്കെ കേട്ട നായിക നേരെ ആ ഡോക്ടറിനെ പോയി കാണുന്നു. എമിലിക്ക് എക്സോസിസം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ആ ഡോക്ടറിനോട് ചോദിക്കുന്നു. അതിന് ആ ഡോക്ടർ, അവൾക്ക് അന്ന് എക്സോസിസം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതായിരുന്നു. ശരിക്കും അവളുടെ ശരീരത്തിൽ ഡീമൻ ഉണ്ടായിരുന്നു. ഈ കേസിൽ ശരിക്കും ഫാദർ ഇന്നസെന്റ് ആണ്. ഫാദർ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ അന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ ഡോക്ടർ അയാളുടെ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ടേപ്പ് റെക്കോർഡർ എടുത്ത് നായികയുടെ കയ്യിൽ കൊടുക്കുന്നു. അന്ന് ഫാദർ എക്സോസിസം ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ ടേപ്പ് റെക്കോർഡിനകത്തുണ്ട്. നായികയും അയാളെ നോക്കി, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കോർട്ടിൽ വന്ന് പറയാൻ പറ്റുമോ? അയാളും ഞാൻ വന്ന് പറയാ എന്ന് പറയുന്നു. നായിക പിന്നെയും ജയിലിൽ ചെന്ന് അച്ഛനെ കാണുന്നു. അപ്പോഴും ഫാദർ, എനിക്ക് എപ്പോഴാണ് കോർട്ടിൽ സംസാരിക്കാൻ പറ്റുക? എനിക്ക് എമിലിനെ പറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുണ്ട്. അതെല്ലാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതിന് നായിക, അതിനൊരു വഴി ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. ഇപ്പൊ പള്ളിയിൽ വെച്ച നായികയെ നോക്കി, ഞാൻ ഈ പ്രേതങ്ങളെയും പിശാചിനെയും പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് എന്ത് തോന്നി? ഇതുപോലെ വല്ല സംഭവങ്ങളും നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നായിക വേറൊരു കഥ പറയുന്നു. ഒരു വട്ടം ഞാൻ ഈ കേസിന്റെ ഒക്കെ കാര്യം ഓർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ താഴെ ഒരു ഗോൾഡ് ചെയിൻ കിടക്കുന്നത് കണ്ടു. ആ ചെയിനിലുള്ള ലോക്കറ്റിൽ ECR എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എന്റെ റിയൽ നെയിം എറിൻ ക്രിസ്റ്റ്യൻ ബ്രൂണൽ എന്നാണ്. ആ സമയത്ത് ഈ വഴി കൂടി എത്രയോ ആൾക്കാർ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രമേ ഈ ഗോൾഡ് ചെയിൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ആ ഗോൾഡ് ചെയിൻ കണ്ടിട്ട് ദൈവം തന്ന ഒരു സൈൻ ആയിട്ടാണ് തോന്നിയത് ഈ കേസ് എടുത്ത് നടത്താനായി. അതിനുശേഷമാണ് ഈ കേസ് തന്നെ ഞാൻ എടുത്ത് നടത്താൻ തുടങ്ങിയത് എന്ന് ദൈവവിശ്വാസി അല്ലാത്ത അവള് തന്നെ ദൈവത്തെ പുകഴ്ത്തി പറയുന്നു. പിറ്റേ ദിവസം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നായിക പള്ളിയിലച്ഛനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ എമിലിക്ക് എക്സോസിസം ചെയ്യുന്ന സമയത്ത് ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചോ എന്ന് ചോദിക്കുന്നു. ഫാദറും ഞാൻ പെർമിഷൻ മേടിച്ചാണ് ചെയ്തത് എന്ന് പറയുന്നു. പെർമിഷൻ മേടിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടുരാത്രി ആ റൂം മൊത്തത്തിൽ തണുക്കുന്നു. അതുകൂടാണ്ട് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിലുള്ള ചിത്രത്തിൽ നിന്നെല്ലാം ചോര ഒഴുകുന്നു. അതേസമയം കോരിച്ചൊരിയുന്ന മഴയത്ത് എന്റെ കാല് എന്റെ കൺട്രോൾ ഇല്ലാണ്ട് ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ പുറത്തുകൊണ്ട് ആ മഴയത്ത് നിർത്തുന്നു. അപ്പൊ അവിടെ ഉണ്ടായ കണ്ണാടിന്റെ പുറകിൽ ഒരു കറുത്ത രൂപം എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ടതും ഞാൻ ഭയങ്കരമായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ രൂപം അവിടെ തന്നെ പോയത് എന്നാ ഫാദർ പറഞ്ഞു നിർത്തുന്നു. ഇത് കേട്ടതും എതിർ വക്കീൽ, കൊള്ളാലോ നിങ്ങളുടെ കഥ, നടുരാത്രി നിങ്ങളെ മഴയത്ത് കൊണ്ട് നിർത്തിയെന്നും
കറുത്ത രൂപം കണ്ടെന്നും. ശരി, അതൊക്കെ ഓക്കെ. എമിലി മരിച്ചതിന് ശേഷം നിങ്ങൾ ആ കറുത്ത രൂപത്തെ പിന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ഫാദർ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പൊ നായികയാണ് വാദിക്കാൻ പോകുന്നത്. നായികയും അവളുടെ അസിസ്റ്റന്റിനോട് ആ ഡോക്ടറിനെ വിളിച്ചിട്ട് വരാൻ പറയുന്നു. ഇപ്പൊ നായികയുടെ കയ്യിൽ ആ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. നായികയും അത് അച്ഛൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫാദറും ആ ടേപ്പ് റെക്കോർഡർ കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ഞാൻ അന്ന് എമിലിക്ക് എക്സോസിസം ചെയ്ത സമയത്ത് എല്ലാ കാര്യങ്ങളും ഈ ടേപ്പ് റെക്കോർഡറിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് പറഞ്ഞ് അന്ന് എക്സോസിസം ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എമിലിന്റെ അവസാനത്തെ എക്സോസിസം ആയിരുന്നു. എമിലിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. പള്ളിയിൽ അച്ഛനും മന്ത്രവാക്കൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എമിലിന്റെ ശരീരത്തിലുള്ള പ്രേതങ്ങളെല്ലാം അവളുടെ ബോഡി അവരുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. ആ പ്രേതങ്ങളുടെ കൺട്രോളിൽ വന്നതും എമിലി അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ആ റൂമിലുണ്ടായ അവളുടെ അച്ഛൻ ഉൾപ്പെടെ എല്ലാരും എമിലി അടിച്ചു ശരിയാക്കുന്നു. അവസാനം ഒരു ഘട്ടത്തിൽ എമിലി അവിടെ ഉണ്ടായ ജനാലിന്റെ കണ്ണാടി പൊട്ടിച്ച് കോരിച്ചൊരിയുന്ന മഴയത്ത് പുറത്തോട്ട് ഇറങ്ങി ഓടുന്നു. എമിലി ഓടിച്ചെന്ന് കയറിയത് അവിടെ ഉണ്ടായിരുന്ന തൊഴുത്തിലോട്ടാണ്. പള്ളിയിൽ അച്ഛനും വിടാണ്ട് അവളുടെ പുറകെ ഓടിച്ചെന്ന് അയാളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. പള്ളിയിൽ അച്ഛനും എന്തൊക്കെയോ മന്ത്രവാക്ക് പറഞ്ഞ് നിന്റെ ശരീരത്തിലുള്ള ഡീമന്റെ പേര് പറ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എമിലിയും അവളുടെ ശരീരത്തിലുള്ള 5 ഡീമൻസിന്റെ പേര് പറയുന്നു. പക്ഷേ അവസാനം പറഞ്ഞ ഡീമന്റെ പേര് കേട്ടതും പള്ളിയിലച്ഛൻ പോലും പേടിച്ചു പോകുന്നു. 6ാമത്തെ ഡീമന്റെ പേര് ലൂസിഫർ. ഈ പേര് കേട്ട് പള്ളിയിലച്ഛൻ ഒന്ന് പേടിച്ചെങ്കിലും അയാളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പള്ളിയിലച്ഛൻ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടതും എമിലിക്ക് താങ്ങാൻ പറ്റാതെ ഒച്ചത്തിൽ അലറുന്നു. ഇവളുടെ അലർച്ചയിൽ ആ തൊഴുത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ വരെ തെറിച്ചു പോകുന്നു. എമിലിയും അവിടെ കുഴഞ്ഞു വീഴുന്നു. നായികയും അതിനുശേഷം നിങ്ങൾ എക്സോസിസം ചെയ്തില്ലേ? ഫാദറും ഞാൻ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ എമിലി അതിന് സമ്മതിച്ചില്ല. അവളുടെ പാരന്റ്സും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നായികയും നിങ്ങൾ എമിലിക്ക് ഫുഡ് കൊടുത്ത് കഴിപ്പിക്കാൻ നോക്കിയായിരുന്നു. അതിന് ഫാദർ ഞാൻ എപ്പോഴൊക്കെ അവളെ കാണുമ്പോൾ അവളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അവൾ ഫുഡ് കഴിച്ചാലും താഴോട്ട് അവൾക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ അവൾ പുറത്തോട്ട് തുപ്പിക്കളയും. അതുകൂടാണ്ട് ഞാൻ ഇതുവരെ എമിലിനോട് ഡോക്ടറെ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടറെ കണ്ടു, പക്ഷെ അവർ തരുന്ന ആ മരുന്ന് മാത്രം കഴിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ടതും നായിക ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് അവളുടെ സീറ്റിൽ പോയിരിക്കുന്നു. ഇപ്പൊ എതിർ വക്കീലാണ് ഫാദറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ശരി ഫാദർ, എമിലി കുറെ ഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് അവൾക്ക് അറിയുന്ന ഭാഷ തന്നെയായിരുന്നു. അതിന് ഫാദർ എമിലിക്ക് ആ ഭാഷ അറിയാൻ ചാൻസ് കുറവാണ്. കാരണം ദൈവത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ ശിഷ്യന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭാഷയാണിത്. അറാമിക് ഭാഷയിലായിരുന്നു അന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. എമിലിക്ക് ഈ ഭാഷ അറിയാൻ ചാൻസ് കുറവാണ്, കാരണം നല്ല പഴക്കമുള്ള ഭാഷയാണിത്. ഇത് കേട്ടതും എതിർ വക്കീൽ പക്ഷെ അവളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ലല്ലോ പറയുന്നത്. എമിലിക്ക് കുറെ ഭാഷ അറിയാമെന്നാണല്ലോ, കൂട്ടത്തിൽ അറാമിക് ഭാഷ അറിയാമെന്നാണല്ലോ സ്കൂൾ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയോ? അതിന് ഫാദർ വേണ്ട എന്ന് പറയുന്നു. അതുകൂടാണ്ട് എതിർ വക്കീൽ എമിലി 2 വോയിസിൽ സംസാരിച്ചു എന്നല്ല പറഞ്ഞത്. അത് സാധാരണ എല്ലാവർക്കും 2 വോയിസിൽ സംസാരിക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് അത് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ഫാദർ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. പിന്നെയും എതിർ വക്കീൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഫാദർ ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എതിർ വക്കീൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നായിക എണീറ്റ് സംസാരിക്കും, കൂട്ടത്തിൽ ആ ഡോക്ടറെയും ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് വിചാരിച്ച പറഞ്ഞു വിട്ട അസിസ്റ്റന്റ് തിരിച്ചു വന്നിട്ട് ആ ഡോക്ടറെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും നായക എണീറ്റ് ജഡ്ജിനോട് എന്റെ സാക്ഷിക്ക് ഇന്ന് കോടതിയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറൊരു ദിവസം കൂടി എനിക്ക് ഈ കേസിനെ പറ്റി സംസാരിക്കാൻ അവസരം തരൂ എന്ന് ചോദിക്കുന്നു. അതിന് ജഡ്ജും ഓൾറെഡി ഈ കേസ് ഭയങ്കര ലേറ്റ് ആണ്, ഓക്കെ ഒരേ ഒരു ചാൻസ് മാത്രം തരാം, അത് കഴിഞ്ഞ് ഞാൻ ചാൻസ് തരില്ല എന്ന് പറയുന്നു. നായികയും നേരെ പുറത്തോട്ട് പോയി അവളുടെ അസിസ്റ്റന്റോട് ചൂടാകുന്നു. ഡോക്ടറെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞാൽ നീ എവിടെ പൊരിക്കുന്നു, എന്തുകൊണ്ടാണ് ഡോക്ടർ ഒന്ന് കോടതി വരാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് അവളുടെ അസിസ്റ്റന്റ് ഞാൻ തെരയേണ്ടടുത്ത് എല്ലായിടത്തും തെരഞ്ഞു നോക്കി, എവിടെയും ആ ഡോക്ടറിന്റെ പൊടി പോലും കിട്ടിയില്ല. നായികയും അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തു നിൽക്കുന്നത് കാണുന്നു. അവളും ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു, ഇന്നോട് ഈ കേസ് അവസാനിക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ നായിക പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോക്ടർ ഇവളുടെ പുറകിലോട്ട് വെറുതെ നോക്കിയതും അവിടെ എന്തോ ഒരു രൂപത്തെ കണ്ട് പേടിച്ച് ഇയാൾ പുറകോട്ട് തിരിഞ്ഞതും പെട്ടെന്നൊരു കാർ വന്ന് ഇയാൾ ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ ആ ഡോക്ടറിന്റെ കാര്യം അവസാനിക്കുന്നു. അടുത്ത സീനിൽ നായിക ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ സീനിയർ ഒരുത്തൻ പാർട്ട്ണർ ആകണമെങ്കിൽ ഈ കേസ് എടുത്ത് നടത്താൻ പറഞ്ഞില്ലേ, ഇപ്പൊ അയാൾ തന്നെ വന്ന് ഈ കേസ് നീ ഇനി നടത്തരുത് എന്ന് പറയുന്നു. ഇത് കേട്ടതും നായിക ഇതുവരെ ഞാൻ എത്തിയില്ലേ, ഈ കേസിന്റെ അവസാനം എന്തെന്നറിയാണ്ട് ഞാൻ ഈ കേസിൽ നിന്ന് മാറില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ആ സീനിയർ അന്ന് ഈ കേസ് നീ എടുത്ത് നടത്തിക്കോ, പക്ഷെ നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് നായിക ആ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്നു. നായികയും ആകെ സങ്കടത്തിലോട്ടാകുന്നു. നായികയും നേരെ പള്ളിലച്ചന്റെ അടുത്തോട്ട് പോകുന്നു. ഫാദറിനെയും കണ്ട് ഇപ്പൊ എനിക്കുണ്ടായിരുന്ന ജോലിയും പോയി, നാളെ ഈ കേസ് തന്നെ ജയിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ഫാദർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലെറ്റർ എടുത്തുകൊണ്ട് വന്ന് നായികയുടെ കയ്യിൽ കൊടുത്തിട്ട് എമിലി ലാസ്റ്റ് എഴുതിയ ലെറ്റർ ആണ് എന്ന് പറയുന്നു. നായിക അത് വായിച്ചു നോക്കുന്നു. വായിച്ചതും ഷോക്കായി പോകുന്നു. പിറ്റേ ദിവസം കോടതി കാണിക്കുന്നു. ഇന്നലെ ഫാദർ നായികയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തില്ലേ, നായിക അതിപ്പോ അച്ഛന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഇത് വായിക്കുക എന്ന് പറയുന്നു. ഫാദറും അത് വായിക്കുന്നതിനനുസരിച്ച് നമുക്കിപ്പോ അത് വിഷ്വൽ ആയിട്ട് കാണിക്കുകയാണ്. എമിലിക്ക് ലാസ്റ്റ് എക്സോസിസം ചെയ്തതിനു ശേഷം അവൾ ബെഡിൽ കിടക്കുകയാണ്. പെട്ടെന്ന് അവൾ ആ ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തോട്ട് പോയതും പുറത്ത് മൊത്തം മഞ്ഞുകൊണ്ട്
മൂടിയിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ഒരു മരം കണ്ടതും എമിലി അങ്ങോട്ട് പോകുന്നു. പെട്ടെന്ന് എമിലി ബോധം കെട്ട് വീഴുന്നു. അവൾ താഴെ കുഴഞ്ഞു വീണതും അവളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിഞ്ഞു പോകുന്നു. അവളുടെ ആത്മാവ് പുറത്തോട്ട് വന്നതും ദൂരെ നിന്ന് അവൾക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതാരെന്നാൽ ദൈവത്തിന്റെ അമ്മയായ മേരിന്റെ ശബ്ദമായിരുന്നു. എമിലിയും മേരി മാതാവിനോട്, ഞാനും നിങ്ങളുടെ മകളല്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? എന്റെ ശരീരത്തിൽ നിന്നാണ് ആ പ്രേതം പോകാത്തത്? എന്നെ എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നിങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും മേരി മാതാവും എമിലിയോട്, മോളെ, എനിക്കറിയാം നീ എത്രമാത്രം വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന്. ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ദൈവവിശ്വാസം ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുകയാണ്. അവരും ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ നീ കഷ്ടപ്പെടുന്നത് പോലും കാര്യമായിട്ട് എടുക്കാണ്ട് വിട്ടത്. അല്ലാണ്ട് നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയല്ല. ഇപ്പോഴും നിനക്കൊരു ചാൻസ് ഉണ്ട്. നിനക്ക് ഈ വേദനകളൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്റെ കൂടെ പോന്നേക്കു. ഞാൻ നിന്നെ നേരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയിക്കോളാം. പക്ഷേ നീ തിരിച്ച് ആ ശരീരത്തിലോട്ട് പോകുകയാണെങ്കിൽ നാളെ ഈ ലോകം ദൈവത്തിന്റെ ശക്തി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും, ഈ പിശാചുള്ള കാര്യവും അറിയും. എല്ലാം നിന്റെ കയ്യിലാണ് എന്ന് മേരി മാതാവ് പറയുന്നു. ഇത് കേട്ടതും എമിലി കുറെ നേരം ആലോചിച്ചിട്ട് തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഈ ലോകം ഇതെല്ലാം അറിയണം എന്ന് പറഞ്ഞ് തിരിച്ച് അവളുടെ ശരീരത്തിലോട്ട് തന്നെ പോകുന്നു. പോകുന്ന സമയത്ത് എമിലിന്റെ രണ്ട് കൈയിലും ദൈവത്തെ കുരിശിൽ കയറ്റിയപ്പോൾ ദൈവത്തിന്റെ രണ്ട് കൈയിലും ആണി ഇടിച്ചില്ലേ, അതേപോലെ തന്നെ എമിലിന്റെ രണ്ട് കൈയിലും ആണി ഇടിച്ചതുപോലെ പാടുവരുന്നു എന്ന് എമിലി എഴുതിയ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ അച്ഛനും വായിച്ചു കാണിക്കുന്നു. അവസാനം എമിലി ഈ ലോകത്ത് ഇതെല്ലാം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ കേട്ടതും എതിർ വക്കീൽ, ഈ കഥയെല്ലാം ഉണ്ടാക്കിയെടുത്ത കഥയാണ്. എമിലിന്റെ കയ്യിലുണ്ടായ മുറിവ് എമിലിന്റെ വീട്ടിലുണ്ടായിരുന്ന തൊഴുത്തിലുള്ള മുൾവേലിയിൽ അമർത്തി പിടിച്ചത് കൊണ്ടാണ് അവളുടെ കയ്യിൽ ഈ പാട് വന്നത്. എനിക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. എമിലിനെ എക്സോസിസം ചെയ്താണ് ഈ ഫാദർ കൊന്നത് എന്ന് പറഞ്ഞ് ഈ കേസ് ഒരു അവസാനത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കുക എന്ന് ജഡ്ജിനോട് പറയുന്നു. ഇപ്പൊ നായക എണീറ്റാണ് സംസാരിക്കുന്നത്. എമിലി മരുന്ന് കഴിച്ച് രക്ഷപ്പെട്ടു എന്നൊരു തെളിവുമില്ല. ഫാദർ എക്സോസിസം ചെയ്തിട്ടാണ് എമിലി മരിച്ചത് എന്നോ ഒരു തെളിവ് പോലും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും പാതി പാതിയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഫാദറിനെ ശിക്ഷിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ഫാദറിനെ വെറുതെ വിടണമെന്നാണ്. നായികയും അവിടെ ഇരിക്കുന്ന കോടതി മെമ്പേഴ്സിനോട് ഫാദറിന്റെ ഇന്നസെന്റ് എടുത്തെടുത്ത് പറയുന്നു. നിങ്ങളാണ് ഇതിനൊരു പരിഹാരം തരേണ്ടത്. നല്ലോണം ആലോചിച്ചിട്ട് ഒരു ഉത്തരം തരാൻ പറയുന്നു. എമിലി സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഇത്രയും റിസ്ക് ഉള്ള കാര്യം ചെയ്തത്. ഒരു ചെറിയ സഹായം മാത്രമാണ് പള്ളിയിലച്ഛനും ചെയ്തത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാദറിന്റെ സൈഡിൽ മിസ്റ്റേക്ക് കുറവാണ്. നല്ലോണം ആലോചിച്ചിട്ട് ഇതിനൊരു ഉത്തരം തരണമെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും നായിക റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കോടതിയാണ് ഇതിനൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അവിടെ ഇരിക്കുന്ന മെമ്പേഴ്സും ഒരു ചെറിയ കടലാസിൽ എന്തോന്ന് എഴുതിയിട്ട് ആ ജഡ്ജിന്റെ കയ്യിൽ കൊടുക്കുന്നു. ജഡ്ജും ആ പേപ്പറിലുള്ളത് വായിച്ചിട്ട് ഇപ്പോഴാണ് ഈ കേസിന്റെ വിധി പറയാൻ പോകുന്നത്. ജഡ്ജും ഫാദറിനെ നോക്കി, ഞങ്ങൾക്ക് 10 വർഷം ജീവപര്യന്ത തടവാണ് ഈ കോടതി വിധിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ഫാദർ, എനിക്ക് ഒരു പരാതിയുമില്ല, ഈ കോടതി എന്ത് ശിക്ഷ വന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം എന്ന് പറയുന്നു. ഇത് കേട്ടതും അവരുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും കൂടി ചേർന്ന് ഫാദറിന് ഈ ശിക്ഷ കൊടുക്കുന്നത് തെറ്റാണ്. കാരണം ഫാദർ പോലും ചെയ്യാത്ത ഒരു കാര്യത്തിലാണ് ഫാദറിന് ശിക്ഷ കിട്ടാൻ പോകുന്നത്. ഓൾറെഡി ഫാദർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഫാദറിന് ശിക്ഷിക്കേണ്ട. ഫാദർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഫാദർ അത് അനുഭവിച്ചോളും. ഇത് കേട്ടതും എതിർ വക്കീൽ, അതെങ്ങനെ ശരിയാകും, ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യാൻ നോക്കിയതും ജഡ്ജും മെമ്പേഴ്സിന്റെ ഒപ്പീനിയനും കൂടി കേൾക്കണം. അവരുടെ അഭിപ്രായത്തിനും ഈ കോടതിയിൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നീ സൈലന്റ് ആയിരിക്കുക എന്ന് ആ എതിർ വക്കീലിനോട് പറയുന്നു. അവസാനം കോടതി വിധി പറയുന്നു. ഈ കേസിൽ ഫാദർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു എവിഡൻസ് പോലും ഇല്ല. അതുകൊണ്ട് ഈ കോടതി ഫാദറിനെ വെറുതെ വിടുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടത് നായികയ്ക്കും സന്തോഷാകുന്നു, കൂട്ടത്തിൽ ഫാദറിനും സന്തോഷാകുന്നു. അങ്ങനെ അവസാനം ഈ കേസ് സോൾവ് ആകുന്നു. നായികയും ഫാദറും കൂടി ചേർന്ന് എമിലിന്റെ കല്ലറ പോയി കാണുന്നു. കുറച്ചുനേരം പ്രാർത്ഥിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതോടെ ഈ പടവും അവസാനിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്